ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അങ്ങനെ ഇതാ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. ഏട്ടൻ പോവാണേ. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകളാണേ. അപ്പോൾ ഞങ്ങളിതാ തലേ ദിവസം എല്ലാം സെറ്റ് ചെയ്യുക. ഏട്ടനെല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണേ. ഇതിൽ കൂടുതലും പാർസലാണേ. അങ്ങോട്ട് ഷാർജയ്ക്ക് കൊണ്ടുപോകാനുള്ള ഏട്ടൻ്റെ റൂമിൽ 2-3 ചേട്ടന്മാരുണ്ട്. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളാണ്. അങ്ങനെ അച്ചാർ പാക്ക് ചെയ്യാനുള്ള പരിപാടി കേട്ടോ. ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ള അച്ചാർ നാരങ്ങ അച്ചാർ. അപ്പോൾ അത് കുറച്ചുണ്ടാക്കി. പിന്നെ ബീഫ് വരട്ടിയതും നല്ല വെള്ളത്തിൻ്റെ അംശമില്ലാതെ നല്ല ഡ്രൈ ആക്കി എടുത്ത ബീഫ് അതും ആക്കി. പിന്നെ ബീഫിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം. അച്ഛനിതാ എല്ലാം പെട്ടിയിൽ വെക്കുകയാണ്. ചെറിയ പെട്ടിയും കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ സാധനങ്ങളൊക്കെ ഈ പെട്ടിയുടെ ഉള്ളിൽ കൊള്ളണം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് എല്ലാ സാധനങ്ങളും വെക്കുന്നത്. പിന്നെ ബേക്കറി ഐറ്റംസ്, ഇത് ബേക്കറി നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ അതും വെച്ചു. പിന്നെ പപ്പടം നമ്മൾ ഈ നാട്ടിലത്തെ പപ്പടത്തിൻ്റെ ഒരു ടേസ്റ്റ് അവിടെ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് പപ്പടം കൊണ്ടുപോയി. പിന്നെ നാളികേരത്തിന് അവിടെ നല്ല വിലയാണ് തോന്നുന്നു കേട്ടോ. നാളികേരം ഒരു 4-5 വെച്ചു. പിന്നെ അതെല്ലാം കഴിഞ്ഞു. അങ്ങനെ പെട്ടി ക്ലോസ് ചെയ്തു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അച്ഛനും ഏട്ടനും കൂടി ചെയ്യണേ. പിന്നെ പെട്ടിയിൽ ഒട്ടിക്കുള്ള പേരും കൊച്ചി ടു ഷാർജ അതൊക്കെ എഴുതാണ്. നമ്മൾ കലാകാരൻ വിജയേട്ടൻ എന്ന് വെച്ചാൽ ചേച്ചിയുടെ ഭർത്താവ് നല്ല അത്യാവശ്യം കലാകാരനാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നേരെ വെളുത്തു, ഞങ്ങൾ റെഡിയായി. ഏട്ടൻ റെഡിയായി, ഷൂ ഇടുകയാണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ച് അമ്മ ഇല്ല എന്നാണ് പറഞ്ഞത്. ഞാനും ഇല്ല, കാരണം വേദുട്ടൻ വന്നാൽ വേദുട്ടൻ എന്തായാലും ഛർദിച്ച് കൊളാവും. അതുകൊണ്ട് വേദുട്ടനും വരണ്ട, ഞങ്ങളും പോണില്ല എന്ന് വിചാരിച്ചതായിരുന്നു. എല്ലാവരും കൂടി പോവാന്ന് പിന്നീട് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുക, എല്ലാവരും ഇറങ്ങി. പിന്നെ ഏട്ടൻ അടുത്ത് അയൽവാസി ഞങ്ങൾ വല്യമ്മയോട് യാത്ര പറയാൻ ഏട്ടൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. പിന്നെ വേദുട്ടൻ കാവടി തുള്ളി പോകുന്നുണ്ട്. എന്താ അവസ്ഥ എന്നറിയില്ല, കാരണം ഛർദി. വേദുവിന് തീരെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാറിലൊക്കെ ആണെങ്കിൽ കുട്ടിക്ക് തീരെ പറ്റില്ല, എന്തായാലും ഛർദിക്കും. പിന്നെ മറിച്ച് ബൈക്കിൽ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ ബൈക്കിലാണ് കൂടുതൽ പോണത്, അതുകൊണ്ട് അങ്ങനെ അത് പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനത്തെ കാറിലൊക്കെ ആണെങ്കിൽ വേദു എന്തായാലും ഛർദിക്കും. പിന്നെ റിച്ചും, പിന്നെ ഈ ഛർദിക്കിനെ കണ്ട ഞാനും കൂടി ഛർദിക്കും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. പെട്ടിയൊക്കെ എടുത്ത് വെക്കുകയാണ് വണ്ടിയിൽ നിന്ന്. പെട്ടിയും പിന്നെ ഒരു ഹാൻഡ് ബാഗും, കയ്യിൽ വെക്കാനുള്ള ഒരു ബാഗും ഉണ്ട് കേട്ടോ. അങ്ങനെ പെട്ടിയുടെ മേലെ കയറിയിരിക്കാൻ പിന്നെ ഒരാളുണ്ട്. ഏട്ടൻ വന്ന ഒരു വീഡിയോയിൽ, ഞാൻ എടുത്ത വീഡിയോയിൽ അവൻ തന്നെ ഇരുന്നിരുന്നത് കേട്ടോ. അങ്ങനെ യാത്ര പറയാണ് എല്ലാവരോടും ഓരോരുത്തരോടായിട്ട് യാത്ര പറയുന്നുണ്ട്. പക്ഷെ എല്ലാവരും നല്ല കരച്ചിലാണ്. കൂടുതൽ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഈ പ്രവാസി ജീവിതം എന്ന് പറഞ്ഞത് അതൊരു സംഭവം തന്നെയാണ്. അത് പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലത്തെ ഒരു ആളും കൂടിയാണെങ്കിൽ അതിൻ്റെ ഒരു ഫീൽ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതൊന്ന് വേറെ തന്നെയാണ്. അത് അനുഭവിക്കുക വേണം ശരിക്കും. പിന്നെ ഒന്ന് ആശ്വസിക്കാം, 10 മാസം കഴിഞ്ഞാൽ ഏട്ടൻ വരും. കല്യാണത്തിന് ഇനി വരുള്ളൂ. അങ്ങനെ ഏട്ടൻ പോവാണ് ഗൈസ്. ഏട്ടൻ പോയതിന് ശേഷം ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നു. അപ്പോൾ ചാരു കളിക്കുകയാണ്. അവിടെ നടക്കാൻ നല്ല സുഖമുണ്ട് തോന്നുന്ന ആൾക്ക്. അപ്പോൾ കുറേ നേരം അവിടെ നടന്ന് കളിച്ചേ.
പിന്നെ ഏട്ടൻ ചോറൊന്നും കഴിച്ചില്ല. ഏട്ടൻ വേണ്ട ബിസ്ക്കറ്റും കഴിച്ചത്, ചോറ് വേണ്ട. വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ചോറൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ ചോറൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മെല്ലെ ഇറങ്ങി. ഏട്ടൻ പോയതിൻ്റെ വിഷമത്തിലാണ് എല്ലാവരും. അങ്ങനെ പോവാനുള്ള പരിപാടിയാണേ. ഞങ്ങൾ ഫ്ലൈറ്റ് കാണുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോഴാണ് ഒരെണ്ണമെങ്കിൽ ഒന്ന് കാണാൻ പറ്റിയല്ലോ. ഏട്ടൻ്റെ ഫ്ലൈറ്റിൻ്റെ സമയം 5:45. അപ്പോൾ അതുവരെ അവിടെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കണം. എത്ര മണിക്കൂറോളം അതിൻ്റെ ഉള്ളിൽ ഇരിക്കണം അല്ലേ. ഇനിയും സമയം ഇപ്പോൾ 2:45 5:45 വരെ അവിടെ ഇരിക്കണം. അങ്ങനെ ഞങ്ങളതാ ഫുഡ് കഴിക്കാൻ വന്നേ. ഭവനിൽ നിന്നാണ് ഫുഡ് കഴിക്കണത്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പ്യുവർ വെജായിരിക്കും. ആ പപ്പടം തന്നെ മതി. ആ പപ്പടം എന്തോ വലിയ വലിയ പപ്പടം അല്ലേ. എനിക്ക് നല്ല ഇഷ്ടം. പക്ഷെ വേദുട്ടൻ ഇതൊന്നും കഴിച്ചില്ല. ആ സീഡ്സൊക്കെ കാണുമ്പോൾ കഴിക്കാൻ തോന്നൂലേ. അങ്ങനെ ഇപ്പം അത്യാവശ്യം വയറ് നിറഞ്ഞിരിക്കുകയാണ് ഗൈസ്. അങ്ങനെതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഇനിതാ പോവാൻ നോക്കുകയാണ്. അങ്കമാലി ആ ഭാഗത്ത് നിന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, വേദുട്ടൻ്റെ ആ കാവിടിത്തുള്ളിലെ വരവ്, അത് ഛർദിക്കുന്നു പറഞ്ഞ് ഛർദിക്കും. അതാ ആകെ ക്ഷീണിച്ച് കിടക്കുകയാണ് ഗൈസ്. വീട്ടിലെത്തിയിട്ട് വേണം വേദുട്ടന് വല്ല ഭക്ഷണം കൊടുക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടാറ്റ ബൈ, സീ യു.